ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം. തലശ്ശേരി നഗരസഭയുടെയും കൃഷിഭവന്റെയും കോടിയേരി ആശ്രയ കാർഷിക കർമ്മസേനയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ഞാറ്റുവേല ചന്തയും കാർഷിക സഭയും സംഘടിപ്പിച്ചു. തലശ്ശേരി സെന്റിനറി പാർക്കിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ KM ജമുന റാണി ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർമാൻ MV ജയരാജൻ അധ്യക്ഷനായി. ഞാറ്റുവേല എന്ന് പറയുന്നത് ഒരു ഉത്സവം തന്നെയായിരുന്നു. കൊയ്ത്തുത്സവം പോലെയും നടീലുത്സവം പോലെയും അങ്ങനെ ഒരു ഉത്സവം തന്നെയായിരുന്നു ഞാറ്റുവേല എന്നുള്ളത്. അപ്പോൾ എല്ലായിടത്തും നിന്ന് കർഷകർ അവരുടെ അടുത്തില്ലാത്ത ചെടികളും അതുപോലെ തന്നെ സസ്യങ്ങളൊക്കെ കൊണ്ടുവന്ന് അവരവരുടെ സ്ഥലങ്ങളിൽ നട്ടുപിടിപ്പിക്കാനുള്ള ഒരു ഉത്സവകാലമാണ് ഈ ഞാറ്റുവേല എന്ന് പറയുന്നത്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ഈ ഞാറ്റുവേലയൊന്നും അത്ര കാര്യമില്ലാത്ത ഒരു കാര്യമായി വന്നു. പക്ഷേ സംസ്ഥാന ഗവൺമെൻറ്റും അതുപോലെ തന്നെ കൃഷി വകുപ്പും ഒക്കെ പോയ ആ നല്ല കാലത്തെ വീണ്ടും നമ്മുടെ ഇടയിലേക്ക് കൊണ്ടുവരാനുള്ള ത്വരിത പ്രവർത്തനത്തിൻ്റെ വഴിയിലാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ ഞാറ്റുവേല എന്നുള്ളത് കർഷകരെ, അതായത് കുറച്ച് കൃഷിയെക്കുറിച്ചൊക്കെ നല്ല ധാരണയുള്ള ആളുകളെല്ലാം ഇവിടെയുണ്ട്. അപ്പോൾ അവരെ ഒന്നുകൂടി ഓർമ്മപ്പെടുത്താനും പുതിയ തലമുറയെ ഇതിലേക്ക് കൊണ്ടുവരുവാനുമുള്ള ഒരു തീവ്ര യജ്ഞ പരിപാടിയാണ് കാർഷിക വകുപ്പ് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നഗരസഭാ കൗൺസിലർമാരായ N ശ്രേഷ്മ, TP ഷാനവാസ്, കോടിയേരി ആശ്രയ സെക്രട്ടറി K അച്യുതൻ, കൃഷി ഓഫീസർ P ശ്രീകുമാർ, അസിസ്റ്റന്റ് കൃഷി ഓഫീസർമാരായ TV സിന്ധു, ജുബിഷ് ചൊവ്വ, ആത്മ ബ്ലോക്ക് ടെക്നോളജി മാനേജർ NK റിയാസ്, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ TK സാഹിറ, ഷബാന ഷാനവാസ്, C സോമൻ എന്നിവർ സംബന്ധിച്ചു. കുറ്റ്യാടി തെങ്ങിൻ തൈകൾ, കവുങ്ങ്, വിയറ്റ്നാം പ്ലാവുകളായ അമൃത, തേൻവരിക്ക, സീഡ്ലെസ് റെഡ് ജാക്ക്, കുറ്റ്യാട്ടൂർ വിഭാഗത്തിലെ മാവിൻ തൈകളായ തേന്മാവ്, മൂവാണ്ടൻ, കൊളമ്പ്, മൽഗോവ, കുറുക്കൻ, വപ്പായി, ബനാന, മാങ്കോ, കലാപ്പാടി, ഫ്രൂട്ട്സ് വിഭാഗത്തിലെ സസ്യങ്ങളായ ഫ്രഷ് ഓറഞ്ച്, പേര, സപ്പോട്ട, അബിയു, ചെറുനാരങ്ങ, പുളിനാരങ്ങ, മിറാക്കിൾ ഫ്രൂട്ട്, ചിലമ്പി മുന്തിരി തുടങ്ങിയ ചെടികളും ഇതിനു പുറമെ പുതിന തൈകൾ, മഞ്ഞൾ വിത്ത്, പച്ചക്കറി വിത്ത്, പച്ചക്കറി തൈകൾ, ചെണ്ടുമല്ലി, ജമന്തി, ജൈവവളങ്ങൾ, ചട്ടികൾ എന്നിവയും ലഭ്യമാകും. 3-ന് ചന്ത സമാപിക്കും. വിവിധ തരത്തിലുള്ള പ്ലാവുകളും തെങ്ങിൻ തൈകളും മറ്റു വിഭാഗത്തിൽപ്പെടുന്ന സസ്യങ്ങളും ഞാറ്റുവേല ചന്തയിൽ ലഭ്യമാണെന്ന് കൃഷി ഓഫീസർ P ശ്രീകുമാർ പറഞ്ഞു. ഈ ഞാറ്റുവേലേൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ചെടികളൊക്കെ നമ്മളൊരു വിള ഇറക്കുന്നതിന് പറ്റിയ സമയമാണ്. എന്ത് ചെടികളും നമ്മൾ ഈ സമയത്ത് മണ്ണിലിട്ടാൽ അത് നല്ല വേര് പൊട്ടി പെട്ടെന്ന് വേര് പിടിക്കാനും ഇതിനൊക്കെ നല്ല സൗകര്യമുള്ളൊരു സമയമാണ് ഈ ഞാറ്റുവേല എന്ന് പറയുന്നത്. അതിൽ തിരുവാതിര ഞാറ്റുവേലയ്ക്കാണ് ഇതിൻ്റെ പ്രത്യേകത. ഈ സമയത്ത് കൃഷിഭവൻ്റെ നേതൃത്വത്തിൽ ഇവിടുത്തെ കൃഷിക്കാർക്ക് വേണ്ട തൈകളൊക്കെ ഇവിടുന്ന് പല ഫാമുകളിൽ നിന്നും, സർക്കാർ ഫാമുകളും അതേപോലെ പ്രൈവറ്റ് ഫാമുകളും എല്ലാ സ്ഥലങ്ങളിൽ നിന്നും സംഘടിപ്പിച്ച് ഇവിടെ എത്തിച്ച് കൃഷിക്കാർക്ക് ഇവിടുന്ന് സൗകര്യപൂർവ്വം വാങ്ങി പോകാനുള്ള ഒരു സൗകര്യം നമ്മൾ കൃഷിഭവൻ്റെ നേതൃത്വത്തിൽ ചെയ്തു കൊടുക്കുകയാണ്. അതാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഈ പെട്ടെന്ന് കൃഷിക്കാർക്ക് ഈ സൗകര്യങ്ങളൊക്കെ ലഭ്യമാവുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചന്തയാണിത്. ഇത് 2ഉം 3ഉം തലശ്ശേരി കൃഷിഭവൻ്റെ നേതൃത്വത്തിൽ ഈ സെന്റിനറി പാർക്കിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ശേഷം 2ഉം 3ഉം കഴിഞ്ഞാൽ കൊടിയേരി കൃഷിഭവനും കൂടി ഇവിടെ നടത്തുന്നുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഗ്രാമിക ന്യൂസ്, തലശ്ശേരി.